നമസ്കാരം. കപ്പൽ ചെരിഞ്ഞതോടെ കൂടുതൽ സമുദ്ര പാരിസ്ഥിതിക സുരക്ഷ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ കേരളം 1 കോടിയിലേറെ ടൺ ക്രൂഡ് ഓയിൽ ശരാശരി കൊച്ചിയിൽ എത്തുന്നുണ്ട്. എണ്ണച്ചോർച്ച ഭീഷണിയുള്ളത് കൊച്ചി, തിരുവനന്തപുരം, കാസർഗോഡ്, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്കാണ്. ചെറിയ ചോർച്ചകൾ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കപ്പലുകളും എണ്ണക്കപ്പലുകളും എത്തുന്ന കൊച്ചിയും ഇപ്പോൾ വിഴിഞ്ഞവും കൂടുതൽ സമുദ്ര പാരിസ്ഥിതിക സുരക്ഷ ആവശ്യപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് കൊച്ചി തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ, ഏകദേശം 74 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ചരക്ക് കപ്പൽ ചെരിഞ്ഞ് രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകൾ കടലിൽ വീണ പ്രതിസന്ധിയിലൂടെ കേരളത്തിന് മനസ്സിലാവുന്നത്. കൊച്ചി തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ചരക്ക് കപ്പൽ ചെരിഞ്ഞ് രാസവസ്തുക്കൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ കടലിൽ വീണ പ്രതിസന്ധി ഒഴിയാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. അപകടകരമായ സൾഫർ ഫ്യൂവൽ ഓയിലും മറൈൻ ഗ്യാസ് ഓയിലും നിറച്ച കണ്ടെയ്നറുകളാണ് കടലിൽ വീണത്. വലതുഭാഗത്തു നിന്നും 8 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നാണ് വിവരം. റഷ്യക്കാരനായ ക്യാപ്റ്റൻ ഇവാനോവ് അലക്സാണ്ടറും 20 ഫിലിപ്പീൻസുകാരും 2 യുക്രൈൻ സ്വദേശികളും 1 ജോർജിയൻ സ്വദേശിയുമാണ് കപ്പലിലുണ്ടായിരുന്നത്. മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് നിലവിൽ ആസൂത്രണം ചെയ്യുന്നത്. നിലവിൽ 26 ഡിഗ്രി ചെരിഞ്ഞ നിലയിലാണ് കപ്പൽ. കൂടുതൽ ചെരിയാതെ കപ്പൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനാൽ രക്ഷാപ്രവർത്തനവും സാധ്യമാണ്. ഇതുകൊണ്ടാണ് ഭൂരിഭാഗം ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റനും എഞ്ചിനീയർമാരും ഉൾപ്പെടെ 3 പേർ കപ്പലിനുള്ളിൽ തുടരുന്നത്. ശക്തമായ കാറ്റ്, പ്രക്ഷുബ്ധമായ കടൽ, അടിത്തട്ടിൽ ദ്വാരമുണ്ടായി വെള്ളം കയറൽ, ഉള്ളിൽ കയറുന്ന വെള്ളം പുറത്തു കളയാനുള്ള പമ്പുകൾക്കുണ്ടാകുന്ന കേടുപാട് തുടങ്ങി എന്തു കാരണം കൊണ്ടാണ് കപ്പൽ ചെരിഞ്ഞതെന്ന് കണ്ടെത്തിയ ശേഷമാകും രക്ഷാപ്രവർത്തനം അഥവാ സാൽവേജ് ഓപ്പറേഷൻ നടത്തുക. ഇതിനുള്ള നിർദ്ദേശം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇന്നലെ തന്നെ കപ്പലിന്റെ ഉടമസ്ഥരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ഇവർ കൊച്ചിയിലെ പ്രാദേശിക ഏജൻസി ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. ചരക്ക് മാറ്റുക എന്നതാണ് നിലവിൽ ഏറ്റവും നിർണായകം. വെള്ളം കയറിയാണ് കപ്പൽ ചെരിഞ്ഞതെങ്കിൽ ചെരിവുള്ളതിന്റെ മറുവശത്ത് വെള്ളം നിറച്ച് ഭാരം കൂട്ടി കപ്പൽ പഴയപടിയാക്കുകയും ഇരുവശത്തു നിന്നും അല്പാൽപമായി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് ഉയർത്തിയെടുക്കുകയും ചെയ്യും. കപ്പലിലെ പമ്പുകളുടെയോ മറ്റോ പ്രവർത്തനം നിലച്ചതാണെങ്കിൽ ഇവ അടിയന്തരമായി നന്നാക്കും. കപ്പലിലുള്ള കണ്ടെയ്നറുകൾ മറ്റൊരു ചരക്കു കപ്പൽ എത്തിച്ച് നീക്കാനും സാധിക്കും. കപ്പലുകളും എണ്ണക്കപ്പലുകളും എത്തുന്ന കൊച്ചിയും ഇപ്പോൾ വിഴിഞ്ഞവും കൂടുതൽ സമുദ്ര പാരിസ്ഥിതിക സുരക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. 1 കോടിയിലേറെ ടൺ ക്രൂഡ് ഓയിൽ കൊച്ചിയിൽ എത്തുന്നുണ്ട്. കേരളത്തിൽ തുറമുഖ സാമീപ്യം മൂലം ഏറ്റവും അധികം എണ്ണച്ചോർച്ച ഭീഷണിയുമുണ്ട്. കൊച്ചി, തിരുവനന്തപുരം, കാസർഗോഡ്, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്കാണ് ഈ ഭീഷണിയുള്ളത്. ചെറിയ ചോർച്ചകൾ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും വിദേശത്തും മുൻപുണ്ടായ ചില അപകടങ്ങളുടെ പാരിസ്ഥിതിക ആഘാതം വളരെ കടുത്തതായിരുന്നു. ഇത്തരം അപകടങ്ങളിൽ ആവാസ വ്യവസ്ഥയ്ക്ക് സ്വയം ശുദ്ധീകരിച്ച് തിരികെ വരാൻ വർഷങ്ങളെടുക്കും. അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ പതാകയുള്ള കപ്പലിന് അടുത്തുണ്ടായിരുന്ന മർച്ചന്റ് നേവി കപ്പലിലേക്ക് 9 പേർ രക്ഷപ്പെടുകയും ചെയ്തു. 12 പേരെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ രക്ഷപ്പെടുത്തി. ചെറിയ കപ്പൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ 3 ജീവനക്കാർ നിലവിൽ കപ്പലിൽ തുടരുകയാണ്. ഇവരെ ഏത് സമയത്തും രക്ഷപ്പെടുത്താൻ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച അതിജാഗ്രതയോടെ ഇന്ത്യൻ കപ്പലുകൾ സമീപത്തുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ AMC എൽസ 3 എന്ന ഫീഡർ കണ്ടെയ്നർ കപ്പൽ തൂത്തുക്കുടിയിൽ നിന്നും വിഴിഞ്ഞെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 7:30 കൊച്ചിയിലേക്ക് തിരിച്ചു. ശനിയാഴ്ച 1:30 കപ്പൽ നിന്നും അടിയന്തര സഹായം അഭ്യർത്ഥിച്ച നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും സന്ദേശം എത്തുകയാണ്. കൊച്ചിയിൽ നിന്നും ന്യൂ മംഗളൂരുവിലേക്കാണ് പോവേണ്ടിയിരുന്നത്. ഇന്ത്യൻ നാവികസേന കപ്പലായ INS സുജാതയും കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ ICG അരൺവീഷും ICG സാക്ഷവുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നിലവിൽ നടത്തുന്നത്.